ഇന്ന് ഗീതുമോൾ സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ, അമ്മ ഇന്ന് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ എന്നുള്ളത്. അങ്ങനെ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉണ്ണി ഉറങ്ങിയ നേരത്തെ അടുക്കളയ്ക്ക് പോയി വരുമ്പോഴത്തേൻ്റെ ആളിവിടെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അമൃതം പൊടി വെച്ചിട്ട് ഉണ്ട ഉണ്ടാക്കണം എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നേഴ്സറിയിൽ നിന്ന് കിട്ടും. 6 മാസം മുതലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പൊടിയാണ് കേട്ടത്. അപ്പോൾ ഞാൻ ഉറങ്ങണ നേരം നോക്കിയിട്ട് വേഗം തന്നെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ശർക്കര ഇതേ പാനിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മോൾക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്, അതുകൊണ്ട് തോളിൽ ഇങ്ങനെ കിടക്കണത്. അങ്ങനെ ഞാൻ വേഗം തന്നെ പോയിട്ട് ഇതേ ചട്ടിയൊക്കെ ചൂടാക്കി എന്നിട്ട് നമ്മുടെ അമൃതം പൊടി അതിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് ഈ ഒരു പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഇതേ കുറച്ച് തേങ്ങയൊക്കെ അതിലിട്ടിട്ട് അത് രണ്ടും കൂടിയിട്ട് വീണ്ടും നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര പാനിയും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മധുരം ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ടും ഒക്കെ ഇടാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായുടെ പൊടി അതേപോലത്തെ എള്ളൊക്കെ ചേർക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ ചേർക്കുന്നത്. അങ്ങനെ ഇത് നമുക്ക് ചൂടാറാനായിട്ടൊന്ന് വെക്കാം കേട്ടോ. അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേ ഉണ്ണി ഇത് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി തട്ടി കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വേഗം പോയിട്ട് തൊട്ടിൽ കെടുത്തി. ഇപ്പോൾ തൊട്ടിൽ കിടക്കുന്നതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങാറുണ്ട്. അപ്പോൾ ഞാൻ തൊട്ടിൽ കെടുത്തിയിട്ട് ഇതേപോലെ ഒന്ന് ആട്ടി കൊടുക്കാം കേട്ടോ. ഇതിൽ കെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. എങ്ങാനും എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആൾ ഉറങ്ങില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ എടുത്ത് നടക്കണം കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ നേരെ അടുക്കളയ്ക്ക് പോയിട്ട് നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് കുറച്ച് ശർക്കര പാനും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതേപോലെ ഞാൻ ബോളാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 8 ബോളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ പോയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് സ്കൂൾ വിടേണ്ട നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മോളിതേ ഒന്ന് ഒറ്റയ്ക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. പെരുന്നാളിൻ്റെ ക്ഷീണം കൊണ്ട് ഈ വഴിക്കുള്ള കുട്ടികളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. ഒറ്റയ്ക്കാണ് വന്നത് എന്നൊക്കെ. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ സ്കൂളിൽ നിന്ന് ഒറ്റയ്ക്ക് ഇതുപോലെ വരുന്നത്. പിന്നെ വന്ന ഉടനെ കൈയും കാലൊക്കെ കഴുകിയതിന് ശേഷം ഈ ഒരു പലഹാരം കഴിക്കുകയാണ് കേട്ടോ. എൻ്റെ മോളുടെ സ്കൂളിൽ കുറേ വിശേഷങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്കായിട്ട് ഇതേ ഉണ്ണി എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.